ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വൈഫൈ പാസ്വേഡ് ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തൊരു ലാപ്ടോപ്പിൽ വൈഫൈ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വൈഫൈ ഓൾറെഡി കണക്ട് ചെയ്ത വൈഫൈ ആണെച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഹാക്ക് ചെയ്യുന്നല്ല, നമ്മളെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കണക്ട് ചെയ്ത വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാൻ പോകുന്നത്. രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് നമുക്ക് ഗ്രാഫിക്കലായിട്ട് എടുക്കാം, രണ്ടാമത് നമുക്ക് കമാൻഡ് പ്രൂവ്മെൻറ്റ് വഴി എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രാഫിക്കൽ വഴി എങ്ങനെ എടുക്കാം എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഞാനൊരു വൈഫൈ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എയർടെൽ എന്ന് പറഞ്ഞിട്ടൊരു വൈഫൈ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എയർടെൽ കണക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെ കണക്ട് ചെയ്ത വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈയുടെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. വിൻഡോസ് 8-ലും 10-ലും 7-ലൊക്കെ ഒരുപോലെ തന്നെയാണ്, ഇതുപോലെ എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ എതർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ വരിക. അല്ലെങ്കിൽ എന്നിട്ട് ഇവിടെ ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, ഇതിൽ വരിക. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത വൈഫൈ ഇവിടെ കാണാം. വൈഫൈ എന്നുള്ള ഒരു എതർനെറ്റ് ഇവിടെ കാണാം. അതിലിവിടെ എയർടെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എയർടെൽ വൈഫൈ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ വൈഫൈൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എതർനെറ്റിൽ വന്നാൽ കിട്ടില്ല, വൈഫൈ സെറ്റിങ്സ് തന്നെ എടുക്കണം. വൈഫൈൻ്റെ സൈഡിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അങ്ങനെ സ്റ്റാറ്റസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ കണക്ഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എത്ര Mbps സ്പീഡ് ഉണ്ട്, എപ്പോൾ കണക്ട് ചെയ്തതാണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. അതിനുശേഷം ഇവിടെ വയർലെസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അവിടെ വയർലെസ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റിയിൽ വരിക. അതിനുശേഷം ഇവിടെ ഷോ ക്യാരക്ടർ എന്ന് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി കീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ വൈഫൈയുടെ WPA എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ വെച്ചുകൊണ്ടാണ് വൈഫൈ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പാസ്വേഡ് airtel@123 എന്ന് പറഞ്ഞിട്ട് വൈഫൈൻ്റെ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ പാസ്വേഡ് നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ വേറെയുള്ള ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ഈ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കയറാൻ പറ്റും. അപ്പോൾ ഇത് ഗ്രാഫിക്കലായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രൂവ്മെൻറ്റ് വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ സ്റ്റാർട്ടിൽ ഇവിടെ CMD എന്ന് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റണ്ണ് വിൻഡോസ് +R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ CMD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കയറി കഴിഞ്ഞാലും നമുക്ക് കമാൻഡ് പ്രൂവ്മെൻറ്റ് വഴി ചെയ്യാം. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് സ്പെല്ലിങ് ചെക്ക് ചെയ്യണം. നെറ്റ് SH എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം WLAN വയർലെസ് LAN എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഷോ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. എല്ലാത്തിനും സ്പേസ് ഉണ്ട്. ഓക്കെ, നെറ്റ് SH എന്ന് പറഞ്ഞിട്ട് ശേഷം സ്പേസ് ഉണ്ട്, വയർലെസ് LAN WLAN എന്ന് പറഞ്ഞതിന് ശേഷം സ്പേസ്, ഷോ കഴിഞ്ഞിട്ട് സ്പേസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്ത എല്ലാ വൈഫൈയും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മുന്നേ ഓൾറെഡി കുറേ ഡിവൈസുകൾ എയർടെൽ, ജിയോ, റെയിൽടെൽ, റിയൽമി, വിവോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ റെഡ്മി നോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വൈഫൈകൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. അതാണ് ഒരുപാട് കാണിക്കുന്നുണ്ട് ഇവിടെ. ജിടെക്, എക്സാൻഡർ, ഓപ്പോ, ഇത് ഒരുപാട് ഹോണർ, ഒരുപാട് വൈഫൈകൾ ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ട് ആദ്യം ഉപയോഗിച്ചിരുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള എയർടെലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, എയർടെലിൻ്റെ വൈഫൈൻ്റെ പാസ്വേഡ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നെറ്റ് സെയിം പോലെ തന്നെ നെറ്റ് SH വയർലെസ് LAN നേരത്തെ അതേ കൊടുത്ത പോലെ തന്നെ ഷോ ഏത് നമുക്ക് എയർടെലിൻ്റെ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ പേര് അവിടെ ഉണ്ടല്ലോ, ഏത് വൈഫൈയുടെ പേരാണ് വേണ്ടിച്ചെങ്കിൽ ഇപ്പോൾ എയർടെൽ, ജിയോ അല്ലെങ്കിൽ ഏതാ വേണ്ടിച്ചെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അവിടെ എയർടെൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എയർടെൽ എന്ന് കൊടുത്തതിന് ശേഷം നമ്മളവിടെ എന്ത് ചെയ്യണം, ഷോ കഴിഞ്ഞിട്ട് പ്രൊഫൈൽ എന്ന് കൊടുത്തതിന് ശേഷം എയർടെൽ കൊടുക്കണ്ട കേട്ടോ, വിട്ടുപോയ പ്രൊഫൈൽ എയർടെൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, കീ ഈ ഇതിൻ്റെ കീയാണ് വേണ്ടത് പറഞ്ഞിട്ട് കീ ഈക്വൽ ടു
എന്ത് കൊടുക്കണം? ഈ കീയുടെ നമുക്ക് എന്ത് ചെയ്യണം? ഓതൻറ്റിക്കേഷൻ കിട്ടണം. അപ്പോൾ ക്ലിയർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ വേർഷൻ ഏതാണ്, വയർലെസ് ഏതാണ്, ഇവിടെ എയർടെൽ ആണ്, SSID കണക്ട് ചെയ്തിട്ടുള്ള എയർടെൽ എന്ന് പറയുന്ന WPA എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കീ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാം. കീ കണ്ടൻറ്റ് airtel@123 ഇതാണ് ഇതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പിൽ കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഇനി ഏതൊക്കെ വൈഫൈ ഏത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിങ്ങനെ ചെക്ക് ചെയ്തിട്ട് പാസ്വേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.